എന്താ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് ശരിയായില്ലെങ്കിലേ ഒന്നും ശരിയാവാൻ പോണില്ല. ഇങ്ങനെ ആറ്റിറ്റ്യൂഡിനെ വെച്ചിട്ട് പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആറ്റിറ്റ്യൂഡ് മാറിയാലേ നമുക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ശരിയാക്കാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ആറ്റിറ്റ്യൂഡിനെ പ്രധാനമായി അതിലൊരു കാരണമായി മാറുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാ? വെൽക്കം ടു 3 at 3. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ 3 ഈകളാണ്. അതെന്താ ഈ 3 ഇ? ആദ്യത്തെ ഇ എൻവയോൺമെന്റ് ആണ്, നമ്മുടെ സാഹചര്യം. ഈ സാഹചര്യത്തിന് നമ്മൾ പലപ്പോഴും കുറ്റം പറയാറില്ലേ? നമ്മൾ പറയുമ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം ഓരോന്നാണല്ലോ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങളാവുന്നത്. ശരിയാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നോ ആ സാഹചര്യത്തിന് ഇനി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അത് കഴിഞ്ഞു പോയേ. പക്ഷേ ഇപ്പോഴുള്ള നമ്മളുടെ സാഹചര്യവും ഇനി വരാനിരിക്കുന്ന സാഹചര്യവും അത് ഡിസൈൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ്. ഒരുപക്ഷെ 100% നമ്മുടെ കയ്യിലാണെന്ന് ഞാൻ പറയില്ല, എന്നാൽ ഏറെക്കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മൾ ജനിച്ച സ്ഥലം നമ്മൾ തീരുമാനിച്ചതല്ല, ആണോ? എപ്പോഴെങ്കിലും ദൈവം നമ്മളോട് ചോദിച്ചിരുന്നോ എവിടെ ജനിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ഏറെ പേര് ഈ പറഞ്ഞ കണക്ക് വല്ല അംബാനിയുടെ വീട് തിരഞ്ഞെടുത്താനല്ലേ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈശ്വരൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് നമുക്ക് ജന്മം തന്നു. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഒരു 50-60 വർഷമെങ്കിലും മിനിമം നമുക്ക് തരുമ്പോഴേ അതിനുള്ളിലും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ അതിന് പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഈ സാഹചര്യങ്ങൾ, എൻവയോൺമെന്റ് നമ്മളെ കൊണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഓർമ്മിക്കണം. ഈ എൻവയോൺമെന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മോൾഡ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവങ്ങളിലൂടെയാണോ കടന്നു പോയിട്ടുള്ളത്, ആ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് മോശം അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് അതിൻ്റെ ഒരു ലൈനിനകത്ത്, അതിൻ്റെ ഒരു ബോക്സിനകത്ത് അങ്ങ് നിർത്തിപ്പോവും. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് അങ്ങോട്ട് ചാടില്ല. അപ്പോൾ നമ്മൾ ടോട്ടലി ഒരു ബാഡ് ആറ്റിറ്റ്യൂഡിലേക്ക് പോകും. അതിനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. എന്തൊക്കെ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളതെങ്കിലും അത് മോശം അനുഭവങ്ങളാണ് എങ്കിലും അത് പോയില്ലേ, കഴിഞ്ഞില്ലേ. ഇനി അത് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇനി വരുന്ന കാര്യങ്ങൾ, ഇനി നമ്മൾ അണ്ടർഗോ ചെയ്യാൻ പോകുന്ന എക്സ്പീരിയൻസുകളെങ്കിലും നല്ല എക്സ്പീരിയൻസുകളാക്കി മാറ്റിയെടുക്കാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പഠിക്കണം. ആ രീതിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും നമുക്ക് മാറ്റിയെടുക്കാം. ഇനി മൂന്നാമത്തേത് നമ്മുടെ എഡ്യൂക്കേഷനാണ്, നമ്മുടെ വിദ്യാഭ്യാസം. അപ്പോൾ ചിലർ പറയുമോ ഞാൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ 12 വരെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. സാരില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ എഡ്യൂക്കേഷൻ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ലൈഫ് സ്കിൽസ് ആണ്. ജീവിക്കാൻ ആവശ്യമായ ചില സ്കില്ലുകളുണ്ട്. പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല അത് കിട്ടുന്നത്. ഈ പറഞ്ഞു കേൾക്കുമ്പോഴത്തേന് എന്നാ പിന്നെ വിദ്യാഭ്യാസമേ വേണ്ട എന്ന് മാം പറഞ്ഞു എന്ന് പറയരുത് കേട്ടോ. വിദ്യാഭ്യാസം ആവശ്യമാണ്, ഫോർമൽ എഡ്യൂക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന കാര്യം. ജീവിതത്തെ എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ലൈഫ് സ്കിൽസ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏത് പ്രായത്തിലും നമുക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കാം. അതിനൊരു ഏജ് ഒന്നും ഒരു ലിമിറ്റ് അല്ല. ഓക്കെ, എനിക്ക് 40-40 വയസ്സായി, ഇനി എപ്പോഴാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്? 19 വയസ്സായി, ഇനി എപ്പോഴാണ് പഠിക്കാൻ പോകുന്നത്? നോ, ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാം. നമ്മുടെ അറിവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും വ്യത്യാസം വരും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കൂ. അതുവഴി വിജയത്തിലേക്ക് യാത്രയാകും. ഗുഡ് ലക്ക്.